Vanakkam Mandra Namaskaram. Good morning to you all. I am your Guruji from Trader Option Trader. ഇന്ന് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം 21-ാം തീയതി രാവിലെ 7:55 AM ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്റ്റഡിക്കായിട്ട് യൂസ് ചെയ്താൽ നല്ലൊരു ഓപ്ഷൻ ബയറായിട്ട് സെൽഫായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ബയറായിട്ട് മാറാൻ പറ്റും. ആസ് പെർ മാർക്കറ്റ് പ്രൊഫൈൽ നമ്മൾ ഈ ആഴ്ച ബിഗിനിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു, ചെറിയൊരു റേഞ്ച് 500-600 റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത്. അത് ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെ ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇപ്പോൾ ലാസ്റ്റ് 3 ദിവസമായിട്ട് ഒരു റേഞ്ച് ബൗണ്ട് ആയിരുന്നു. സോ ഈ സ്മാൾ റേഞ്ചിൽ വരുമ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ആയാലും നിഫ്റ്റി ഫ്യൂച്ചർ ആയാലും നിഫ്റ്റി സ്പോട്ടാണ് എന്താണെങ്കിലും ഇങ്ങനെയാണ് അത് പ്രതികരിക്കുക. ഇത് മനസ്സിലാക്കുക. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഹെഡിങ്ങിൽ തന്നെ കൊടുക്കുന്ന OTM ജാക്ക് പോട്ട് എന്ന് പറഞ്ഞ് രാവിലെ തന്നെ PE മെൻഷൻ ചെയ്ത് പറഞ്ഞിരുന്നു. അത് ഇന്നലെ രാവിലെ PEയിലും ഒരു 11 മണിക്ക് ശേഷം CEയിലും ഔട്ട് ഓഫ് ദ മണിയുടെ ഒരു നല്ലൊരു ഇത് കാണാൻ പറ്റി. ഇന്നലെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. സോ ഈ ലെവലാണ് വീണ്ടും അതേ ഒരു ഇന്ന് അനാലിസിസ് മാർക്കറ്റ് പ്രൊഫൈലൊക്കെ വെച്ച് നോക്കുമ്പോൾ 46,800-ഉം 46,200-ഉം ഈ 2 ലെവലും നല്ലൊരു മെയിൻ ലെവലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം, എങ്ങോട്ട് നോക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ 46,200, 46,000 അതിൻ്റെ താഴെ നോക്കാനുള്ള ഒരു ചെറിയൊരു 450 പോയിൻറ്റിൻ്റെ റേഞ്ച് ഇന്നുണ്ട്. 450 പോയിൻറ്റ്സിൻ്റെ അകത്താണ് ഇനിഷ്യൽ ബാലൻസ് റെഡിയാകുന്നു എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂറിന് അത് 450 പോയിൻറ്റിൻ്റെ മൂവ് മാത്രമേ തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സൈഡാണോ ബ്രേക്ക് ഔട്ട് കിട്ടുന്നതെന്നുള്ളത് നോക്കാം. അതിനുശേഷം ഒരു സൈഡ് ഒരു 200 പോയിൻറ്റിൻ്റെ മൂവ് കൂടെ നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് ബാങ്ക് നിഫ്റ്റിയെ ഫ്യൂച്ചറിനെ സംബന്ധിച്ചിടത്തോളം. അതിന് മെയിനായിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടെ ഇതിനെ അനാലിസിസ് ചെയ്യേണ്ടത് തിങ്കളാഴ്ചത്തെ ഹൈ അല്ലേ. തിങ്കളാഴ്ചത്തെ ഹൈ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ബ്രേക്ക് ചെയ്തിട്ടില്ല. തിങ്കളാഴ്ചത്തെ ഹൈ അതിനുപരി തിങ്കളാഴ്ചത്തെ ലോവിനെ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചൊരു റിവേഴ്സൽ തന്നിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നോക്കുക. ഈ 47,000-ഉം 46,000 എന്ന് പറയുന്ന 2 വീക്ക്ലി സപ്പോർട്ട് റേഞ്ചും വീക്ക്ലി റെസിസ്റ്റൻറ്റ് റേഞ്ചും ഉണ്ട്. ഇവ കുറേ നേരം വീക്ക്ലി സപ്പോർട്ടിന് മുകളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്ര നേരമാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. 47,000-ന് മുകളിൽ 46,000-ന് മുകളിലാണ് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു ഫാൾ നമുക്ക് കാണാൻ പറ്റും. സോ ഇതൊക്കെ നോക്കി ചാർട്ട് എന്താണോ പറയുന്നത് അത് വിശ്വസിക്കുക, അത് പഠിക്കുക, അത് ട്രൈ ചെയ്യുക. നിറച്ച് ആൾക്കാർ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കും, ഇലക്ഷനാണ്, സൈഡ് വേസ് ആണ്, അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് ആയിരിക്കും, പൈസ പോകും ഒക്കെ പേടിപ്പിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ മാർക്കറ്റിലുണ്ട്. നമ്മളെ പേടിപ്പിക്കുന്ന ആൾക്കാർ മാത്രമേ യൂട്യൂബിലും ഒക്കെ ഉള്ളൂ. പക്ഷേ നിങ്ങൾ അതിനുപരി സെൽഫ് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ സെൽഫായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് കിട്ടും. അത് നല്ല എൻട്രികളും നല്ല എന്താ പറയുക ഒരു പ്രോഫിറ്റുകളും നല്ല പോയിൻറ്റ്സൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. ഇത് പ്ലാൻ ചെയ്യുക. കണ്ടതിൽ നന്ദി, നമസ്കാരം. ഇന്നിക്ക് ക്ലിക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. പുതിയതായിട്ടുള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം.